ഓരോ മഴക്കാലത്തും ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട് ഡൽഹിയിൽ. യമുനാ തീരത്ത് ഉപജീവനത്തിനായി കൃഷിയും കന്നുകാലി വളർത്തലുമായി കഴിഞ്ഞു പോകുന്നവരാണ് ഇവർ. യമുന കരകവിയുമ്പോൾ അന്നും ഇന്നും തീരത്തെ ജനങ്ങളുടെ ജീവിതം താറുമാറാകും. 2023 ജൂലൈ മാസം എൻ്റെ പിന്നിൽ കാണുന്ന യമുന നദി കരയെടുത്തൊഴുകിയ കാലം. അന്നും ഈ നദീതീരത്തെ ആളുകൾക്ക് കയ്യിൽ കിട്ടിയതുമെടുത്ത് രാഖി രാമാനം സുരക്ഷിത സ്ഥാനം തേടി ഓടേണ്ടി വന്നു. 4 കമ്പിലും ടാർപോളിനും ഉപയോഗിച്ച് അവർ തീർത്ത കുടിലുകൾ ഒഴുക്കെടുത്തു. 2 വർഷം പിന്നിട്ടിട്ടും സാഹചര്യങ്ങളിൽ മാറ്റമില്ല. ദുരിത ജീവിതത്തിലാണ് യമുനാ തീരം. യമുന നദിയിലെ വെള്ളപ്പൊക്കത്തിൽ പതിനായിരങ്ങളാണ് വീടുപേക്ഷിച്ചു പോയത്. തീരത്തെ അവരുടെ കൃഷി മുഴുവൻ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു. തീരത്ത് നിന്ന് അല്പം മാറി സർക്കാർ ഒരുക്കിയ ടെന്റുകളിലാണ് അഭയം ലഭിച്ചത്. ഇവിടുത്തെ അവസ്ഥ പരിതാപകരം. हम लोग का कोई ज़मीन जथा कुछ है नहीं. हम लोग तो ऐसी हैं, समझो एक फ़कीर है. से हम लोग रोड पे फ़कीरी मांग रहे, रोड पे कुछ हर चीज़ मांग रहे, खा रहे पी रहे, मगर 10,000 12,000 से क्या हो रहा जी. സ്ത്രീകൾക്കായി പ്രത്യേകം ശൗചാലയങ്ങൾ പോലുമില്ല. കുടിവെള്ളവും ഭക്ഷണവും കൃത്യമായി ലഭിക്കുന്നില്ലെന്നും ക്യാമ്പിലുള്ളവർ കണ്ണീരോടെ പറയുന്നു. कितनी परेशानी, ना लैट्रिन की सुविधा, ना नहाने की सुविधा, ना खाने की सुविधा, ना बैठने की सुविधा. 4 गाली वो आता दे जाता, 4 गाली वो आता दे जाता. तो इंसान के गरीब की जिंदगी क्या है ये बस. ഹരിയാനയിലെ ഹത്നികുണ്ട അണക്കെട്ട് തുറക്കുന്നതാണ് യമുന തീരമെടുക്കുന്നതിന്റെ കാരണങ്ങളിലൊന്ന്. കാലങ്ങളായി ഈ ദുരിതം അനുഭവിക്കുന്നെങ്കിലും സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നില്ല. ആം ആദ്മി പാർട്ടി ഭരണത്തിൽ നിന്ന് BJP ഭരണത്തിലെത്തിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല. എല്ലാ രേഖകളും കയ്യിലുണ്ടെങ്കിലും പുനരധിവാസം ലഭിക്കുന്നില്ല. കുടിയേറ്റക്കാർ എന്ന് ആരോപിച്ചാണ് പലപ്പോഴും അവകാശങ്ങൾ ഇവർക്ക് നിഷേധിക്കുന്നത്. दाल चावल हम लोग इतना खाते नहीं, उसी के रहने वाले हैं. वो देगा नहीं देगा कोई बात नहीं, सरकार इधर कुछ नहीं देने का है. യമുനയിലെ വെള്ളം തിരിച്ചിറങ്ങിയാലും ഭാവിയെക്കുറിച്ചുള്ള ഇവരുടെ ആശങ്ക ഒഴിയുന്നില്ല. അവരുടെ വീടുകൾ അവിടെ കാണുമോ എന്ന് പോലും അവർക്കറിയില്ല. കാർമേഘം മൂടിയാൽ ഉള്ളുലയുന്ന ജീവിതങ്ങളാണ് ഈ തീരത്ത്. ഇന്നും ഒരു സർക്കാരിനും ഈ ദുരിതത്തിൽ നിന്ന് ഇവരെ കൈപിടിച്ചു കയറ്റാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവരതിന് പരിശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം. മോഹൻകുമാറിനോടൊപ്പം R. അച്യുതൻ, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.